പാർലമെന്റ് അംഗമാകട്ടെ, MP ആകട്ടെ, ഒരു MLA ആകട്ടെ, ഒരു പ്രാദേശിക സർക്കാരിന്റെ എന്ന് പറഞ്ഞ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളാണ്, അവർക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ MP ഫണ്ട് ഉണ്ടാവും, MLAക്ക് 80 രൂപയുടെ ആസ്തി ഫണ്ട് ഉണ്ടാവും, പ്രാദേശിക വികസനം ഉണ്ടാവും. അത് വിനിയോഗിക്കേണ്ട അത് എന്ന് പറയുന്നത് അത് വിനിയോഗിക്കണം. പക്ഷെ അത് മാത്രമല്ല, അത് നമുക്ക് ഫണ്ടിങ് വന്നാൽ അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. ഞാൻ പറയുന്നത് അൺപ്ലാൻഡ് ആയിട്ട് പോകും. അവിടെ ഒരാൾ കുറെ പേര് നമുക്ക് വലിയ സമ്മർദ്ദം വരുമ്പോൾ അങ്ങോട്ട് ചില റോഡ് കൊടുത്തു, ഇങ്ങോട്ട് ചില കുടിവെള്ളം കൊടുത്തു. പക്ഷെ അതൊക്കെ ആയിട്ടോ. പക്ഷെ അതിനപ്പുറം നമുക്ക് സിഗ്നേച്ചർ പ്രോജക്റ്റ് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര MP എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതികൾ, MLA എന്നതിലേക്ക് സംസ്ഥാനത്തിന്റെ ചില പദ്ധതികളുള്ളത്, ശ്രദ്ധേയമായ പദ്ധതികൾ. പ്രാദേശിക വികസന സർക്കാരുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധേയമായ റോഡിന് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്തു. അതിനപ്പുറത്തേക്ക് ശ്രദ്ധേയമായ സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. ഈ പറയുന്ന കേരള സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പദ്ധതികൾ കേന്ദ്ര പദ്ധതികളും അതോടൊപ്പം തന്നെ സംസ്ഥാനവും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞു ഈ ലോക്സഭാ എന്നുള്ളത് അഭിമാനമുണ്ട്. മറ്റേത് മണ്ഡലത്തിനേക്കാൾ കൂടുതൽ കോട്ടയം ലോക്സഭ മണ്ഡലത്തിൽ. അത് കഴിഞ്ഞ ദിവസം ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പാസ്പോർട്ട് ഓഫീസർ ഏറ്റവും ആദ്യം മേജർ ഓഫീസറിൽ കൊണ്ടുവരുന്നത്, ആദ്യത്തെ തിരുവനന്തപുരം കഴിഞ്ഞ് ആദ്യത്തെ എസ്കലേറ്റർ പോലും കൊണ്ടുവരുന്നത്, ആദ്യത്തെ IIIT കൊണ്ടുവരുന്നതും, സൗത്ത് ഇന്ത്യൻ IIMC കൊണ്ടുവരുന്നതും, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കൊണ്ടുവരുന്നതും, രണ്ടാമത്തെ കേന്ദ്ര വിദ്യാലയം കൊണ്ടുവരുന്നതും, സയൻസ് സിറ്റി കൊണ്ടുവരുന്നതും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്നതും, അതോടൊപ്പം തന്നെ നമ്മുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടാറ്റാ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഉള്ള 5 കോടി രൂപ മിഷണറിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതും, അതോടൊപ്പം തന്നെ മേൽപ്പാലങ്ങൾ കൊണ്ടുവരുന്നതും, ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്നതും, ഇതെല്ലാം. അതുകൂടാതെ കോച്ചിങ് ടെർമിനൽ പോലും അന്നത്തെ എന്റെ സ്വപ്നമായ ഈ മൊബിലിറ്റി ഹബ്, അതിനുവേണ്ടിയാണ് കോച്ചിങ് ടെർമിനൽ കൊണ്ടുവരുന്നത്. ഇതെല്ലാം ചിലത് സാധ്യമായി 100% പൂർത്തിയായി, ചിലത് പൈപ്പ് ലൈനിലാണ്, ചിലത് സാധ്യമായി. പക്ഷെ ഇതെല്ലാം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് 1 MP 1 ഐഡിയ പദ്ധതി കൊണ്ടുവന്നു. ഇങ്ങനെ നിരവധി റോഡിന്റെ കാര്യത്തിൽ ഏതാണ്ട് 200 കോടി രൂപയുടെ സെൻട്രൽ റോഡ് ഫണ്ട് ആദ്യമായി കേരള സംസ്ഥാനത്തിലേക്ക് അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും വളരെയധികം അഭിമാനമുള്ള ഈ കാര്യത്തിൽ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അടുത്തത് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയൊരു പരാജയം വന്നിട്ടുണ്ട്. സംശയമൊന്നുമില്ല. ആ ജനവിധി ഞങ്ങൾ ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, വിനയത്തോടുകൂടി ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനമായും നമുക്ക് കാണുന്നത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ആ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന പാർട്ടി അംഗങ്ങളോ അങ്ങനെയുള്ളതാണ്. ഇടതുപക്ഷത്തിനോട് അനുഭാവമുള്ള, സ്നേഹിക്കുന്ന, കാലത്തും സ്നേഹിക്കുന്ന ആളുകളുടെ അനുഭാവമുണ്ട്. അവര് ഇടതുപക്ഷത്തു നിന്ന് അകന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അകലം കാണിച്ചു എന്നുള്ളത് ശരിയാണ്. അത് യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് അകലം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവര് തരുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് ആ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വന്നു, പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ, ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ട്, ജനങ്ങളുടെ ഒരു പ്രതീക്ഷ കിട്ടുന്ന പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അല്പം ഈ അനുഭാവികളായിട്ടുള്ളത് അങ്ങ് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്നുള്ളത് പരിശോധിച്ച് അതിന് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ അത് കൂടിയാലോചിച്ച് തിരുത്തലുകളാണ്, എവിടെയാണ് പരിഗണന കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ട്. കോട്ടയത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം, കോട്ടയവും പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തുടനീളം നടന്ന ഒരു പൊളിറ്റിക്കൽ പാറ്റേണാണ്. ആ പൊളിറ്റിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, ആ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് BJP അധികാരത്തിൽ ഇറക്കണം, ആ BJP അധികാരത്തിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്പർ 1 പാർട്ടിയായിട്ട് വന്ന ആളെ മാത്രമേ ഉള്ളൂ അവിടെ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് വിളിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടിയെ വേണം വോട്ട് ചെയ്യാൻ. ഈ 2 ആസ്പെക്ട്സ് ആണ് അവിടെ പോകുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ട് നമുക്ക് ഈ മേഖലയിലും നമുക്ക് ഈ പറയുന്ന കോട്ടയത്തെ നമ്മുടെ പരാജയം ഉണ്ടായി. അത് ഈ പൊളിറ്റിക്കൽ പാറ്റേൺ ആ സ്ഥിതിയിലേക്ക് നമ്മൾ വന്നതുകൊണ്ടാണ് കേരള സംസ്ഥാനത്ത്. പക്ഷെ
നമ്മൾ ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പോലും പരാജയമുണ്ടല്ലോ. അങ്ങനെ പരാജയപ്പെട്ട കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ ഒരു പരാജയമാണ് ഉണ്ടായത്. പക്ഷെ തിരുത്തലുകൾ വരുത്തി വീണ്ടും അധികാരത്തിലേക്ക് വന്നു. അതുകൊണ്ട് തിരുത്തലുകൾ വരുത്തണം, തിരുത്തലുകൾ വരുത്തി അത് വീണ്ടും അത് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, അടുത്ത ശ്രദ്ധിക്കാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രിപ്പറേഷൻസ് കേരള കോൺഗ്രസ് എംഒക്കെ ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ 12-ാം തീയതി ജില്ലയുടെ മുഴുവൻ ആ മണ്ഡലങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാരെ ഇരുത്തിക്കൊണ്ട് ഒരു 5 മണിക്കൂർ ക്യാമ്പ് നടത്തുകയാണ്. അതിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇതാണ് ഒരു ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് പറയുന്ന സമയത്ത് പലയിടത്തും ഇടതുപക്ഷത്തിനകത്ത് CPM അടക്കം മുഖ്യമന്ത്രിയെ ഫോക്കസ് ചെയ്യുന്നു എന്ന് കണ്ടു. അതിലെന്താണ് കേരള കോൺഗ്രസ്? ഒരു കാര്യം എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്, ഈ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് എപ്പോഴും ഒരു അബ്സല്യൂട്ട് പവർ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞ് അതിൽ കൂടി അധികാരത്തിലേക്ക് വന്ന ഒരു അബ്സല്യൂട്ട് പവറിലേക്ക് വരുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഏകാധിപത്യത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തിയാണ്. ആ പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് കൾച്ചറൽ പ്ലൂരാലിറ്റി, നമ്മുടെ സാംസ്കാരിക വൈവിധ്യം ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് നിലനിൽക്കുന്നത് പ്രാദേശിക പാർട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. പ്രാദേശിക പാർട്ടികൾ എപ്പോൾ ദുർബലമായോ, ഇത്രയും പ്രാവശ്യം ദുർബലമായി, അപ്പോൾ എന്ത് പറ്റി? BJP ഏകാധിപത്യത്തിലേക്ക് കടന്നു. ഇപ്പോൾ പ്രാദേശിക പാർട്ടികളുടെ പ്രസക്തി വർദ്ധിച്ചപ്പോൾ ഈ പറഞ്ഞ ഏകാധിപത്യത്തിനുള്ള ഏറ്റവും വലിയ മരുന്ന് ഇന്ത്യ രാജ്യത്ത് എന്ന് പറഞ്ഞ പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തി തന്നെയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തീർച്ചയായും പ്രാദേശിക നിലനിൽപ്പും ആവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ